Good morning all. Welcome to today's English class. So in the last class, we discussed about how to develop a character sketch. Hope you all understood how to develop a character sketch. And I have given the teacher's version of Sant Haridas and Tansen. These two questions are very important for your examinations. So you have to study both the character sketches. അപ്പോൾ സന്ത് ഹരിദാസിൻ്റെയും ടാൻസിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അത് ഭംഗിയായിട്ട് അത് പഠിക്കണം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അത് മാറി മാറി ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് പഠിക്കണം. ഓക്കെ, സോ ടുഡേ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3, ഡയറി എൻട്രി. So I am skipping one activity, that is activity number 2. That activity that was asked you to develop one act play. That is, you have to develop a script. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് ആക്ടിവിറ്റി നമ്പർ 2 ആൻഡ് യു ഹാവ് ടു പെർഫോം ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. നമ്മളെ ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി അത് ക്ലാസ്സിൽ പെർഫോം ചെയ്തേനെ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഐ എം സ്കിപ്പിംഗ് ദാറ്റ് ആക്ടിവിറ്റി ആൻഡ് ഐ എം ഡയറക്ട്ലി മൂവിങ് ടു ആക്ടിവിറ്റി നമ്പർ 3, ഡയറി എൻട്രി. സോ യു ക്യാൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, page number 54, activity 3A. Let's now analyze a diary entry. So in the last classes, that is in the previous classes, previous years, we have already studied what is the structure of a diary entry. അല്ലേ, ഒരു ഡയറി എങ്ങനെ എഴുതാമെന്ന് നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ ഒന്ന് ഓർമ്മയിൽ പെടുത്താൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഡയറി എഴുതുമ്പോൾ ഒരേ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെല്ലാവരും തന്നെ ഒരു ഡയറിയുടെ പേജ് കണ്ടിട്ടുണ്ടായിരിക്കും. യു ഓൾ ആർ ഫെമിലിയർ വിത്ത് എ സിംഗിൾ പേജ് ഓഫ് എ ഡയറി. വാട്ട് ഓൾ തിങ്സ് വിൽ ബി ദെയർ ഇൻ എ സിംഗിൾ പേജ് ഇൻ എ ഡയറി? ഒരു ഡയറിയുടെ പേജിൽ എന്തൊക്കെയാണ് മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടാവുക? നിങ്ങൾ ഡയറി കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. ഇപ്പം എന്തൊക്കെയാണ് ഉണ്ടാവുക ഒരു ഡയറിയിൽ? ഇയർ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ 2020 ഡയറി ആണെങ്കിൽ 2020 എന്ന് നമുക്ക് എഴുതിയിട്ട് കാണാം. പിന്നെയോ ദ നെയിം ഓഫ് ദ മന്ത്, ഏത് മാസത്തെയാണ് എന്നുണ്ടെങ്കിൽ അതും ആ പേജിൽ കാണിക്കും അല്ലേ. ഇപ്പോൾ ഒക്ടോബർ ആണെങ്കിൽ ഒക്ടോബർ, നവംബർ ആണെങ്കിൽ നവംബർ എന്ന് എഴുതി കാണിക്കും ഇല്ലേ. അതുപോലെ ഇപ്പോൾ വർഷവും മന്തിൻ്റെയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. യെസ്, ദ ഡേറ്റ് അല്ലേ, 20th അല്ലെങ്കിൽ 22nd ഡേറ്റും ഉണ്ടാവും. അതേപോലെ തന്നെ ഡേ, ദ നെയിം ഓഫ് ദ ഡേ, അതായത് സാറ്റർഡേ ആണോ ഫ്രൈഡേ ആണോ എന്ന്. ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ 20th നവംബർ 2020. ഈ 4 കാര്യങ്ങളും ഒരു ഡയറിയിൽ കാണാറുണ്ട് ഇല്ലേ. ഇനി മിക്ക ഡയറികളും ചിലപ്പോൾ ഓരോ ഡയറിയും ഓരോ തരത്തിലുള്ളതായിരിക്കും. ചിലതിൽ വർഷം ഉണ്ടാവില്ല, ചിലപ്പോൾ മാസവും ഡേറ്റും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ചിലതിൽ വർഷവും മാസവും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പല തരത്തിലുള്ള ഡയറികളുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങളാണ് ഡയറിയിൽ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഡയറി എൻട്രി ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി ബോക്സ്ഡ്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേണം ഡയറി എഴുതാൻ. നമ്മൾ ഡയറിയുടെ പേജിനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ബോക്സ് വരച്ചിട്ട് വേണം ഡയറി അതിൽ എഴുതാൻ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ. എന്തൊക്കെയാണ്? നിങ്ങൾ ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കോളൂ. ഇയർ, ഡേറ്റ്, ഡേ ആൻഡ് മന്ത്. ഈ 4 കാര്യങ്ങളും എഴുതുക. ദെൻ how we can begin a diary? What is the speciality of a diary entry? So we can move to our textbook and there is an example that is provided in our textbook. We can read it and then we can make a discussion. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയറി തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ പറയാം. ലെറ്റ്സ് റീഡ്. ലുക്ക് ഇൻ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ അവിടെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? 6 January, ദ മന്ത് ആൻഡ് ദ ഡേറ്റ്. അത് മാത്രമേ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ? Today, I was very sad. My best friend Jyoti did not speak to me. Felt she was rude. Wanted to talk to her when we met at the library. She refused. Asked about it. Anything he said was a yes or no answer. Tried to crack jokes and cheer her up, but she remained silent. Something had gone wrong with her. Mathematics teacher even scolded her for not answering her questions. Found out the reason in the evening. Her dog had attacked her favorite kitty. Poor thing. What do you understand by reading the diary? Diary വായിച്ചെന്നൊക്കെ എന്തെങ്കിലും മനസ്സിലായോ? Yes. How did it begin?
നമ്മുടെ തോട്ട്സുമായിട്ട് ചെറിയൊരു സാമ്യം ഇതിനില്ലേ? തോട്ട്സ് പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ, ഐ, ഞാൻ എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഡയറി എഴുതുമ്പോൾ. നമ്മളോട് ആരുടെ ഡയറി ആണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അയാൾ നമ്മളാണെന്ന് ആദ്യം കരുതുക, അതിനുശേഷം എഴുതാം. മനസ്സിലായോ? ഫസ്റ്റ് പേഴ്സൺ ഐ ഉപയോഗിച്ചിട്ട് വേണം ഡയറി എഴുതാൻ. നിങ്ങൾ ഹി അല്ലെങ്കിൽ ഷീ ഉപയോഗിച്ചാൽ തെറ്റ്, ഡയറി എൻട്രിയുടെ മാർക്ക് മൊത്തമായിട്ട് നഷ്ടപ്പെടും. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ബോക്സ്ഡ് ആയിരിക്കണം, പിന്നെ ഡേയും ഡേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കണം, പിന്നെ ഇറ്റ് ഷുഡ് ബി ഇൻ ഫസ്റ്റ് പേഴ്സൺ, ഐ ഉപയോഗിച്ച് വേണം, ഞാൻ, എനിക്ക് എന്നുള്ളത് ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാൻ. മനസ്സിലായോ? ശരി. ഇവിടെ എന്താണ് ഈ ഡയറിയിൽ പറയുന്നത്? ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ടുഡേ ഐ വാസ് വെരി സാഡ്. ഡയറി തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഡയറി എഴുതുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ആ കുട്ടിയുടെ ഒരു മാനസിക വിചാരം. കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണോ ഡയറി എഴുതുന്നത്, സങ്കടപ്പെട്ടാണോ എഴുതുന്നത്? ഫസ്റ്റ് വരി വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഹി ഈസ് വെരി സാഡ്, ഐ ആം വെരി സാഡ് എന്നാണ് പറയുന്നത് അല്ലേ? നമുക്കും സാധാരണ ഡയറി എഴുതുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ തുടങ്ങുന്നതിൽ വിരോധമില്ല. നമ്മൾ എഴുതുന്ന സമയത്തെ നമ്മുടെ മാനസിക ആ സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൈ ബെസ്റ്റ് ഫ്രണ്ട് ജ്യോതി ഡിഡ് നോട്ട് സ്പീക്ക് ടു മീ. ഇനി എന്താണ് ആ സാഡ്നെസ്സിന് കാരണം? അടുത്ത സെന്റൻസിൽ അതാണ്. ഹാപ്പിയാണ്, ഐ ആം വെരി ഹാപ്പി ടുഡേ. അതിന്റെ റീസൺ എന്താണോ അതാണ് നമ്മൾ അടുത്ത് എഴുതുക. ഐ എം വെരി സാഡ് ടുഡേ, അതിനൊരു റീസൺ ഉണ്ടായിരിക്കും, അതാണ് നമ്മൾ തൊട്ടടുത്തായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് കാരണം? മൈ ബെസ്റ്റ് ഫ്രണ്ട് ജ്യോതി ഡിഡ് നോട്ട് സ്പീക്ക് ടു മീ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജ്യോതി എന്നോട് സംസാരിക്കണില്ല. എന്താ കാരണം? ഫെൽറ്റ് ഷി വാസ് റൂഡ്. ഇവിടെ സെന്റൻസുകളുടെ പ്രത്യേകത കണ്ടു, ഫ്രാഗ്മെന്റഡ് സെന്റൻസ് ആണ്. എന്താണ് ഫ്രാഗ്മെന്റഡ്? അതായത് നമ്മളൊരു ഇംഗ്ലീഷിലൊരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, അടുത്തന്നെ ഒരു വെർബ് ഉണ്ടായിരിക്കണം, അതിനൊരു റൂൾ ഉണ്ട് അല്ലേ ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്. ഇവിടെ കണ്ടു ഫെൽറ്റ് ഷി വാസ് റൂഡ്, അവൾ വളരെ പരുക്കനായിട്ടാണ് പെരുമാറിയത്. ഷീ ബിഹേവ്ഡ് വെരി റൂഡ്ലി ടുവേർഡ്സ് മീ എന്നാണ് കൃത്യമായിട്ടൊരു സെന്റൻസ്. പക്ഷെ ഡയറി ആയതുകൊണ്ട്, നമ്മുടെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ് ആയതുകൊണ്ട്, നമ്മൾ വളരെ പേഴ്സണൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നൊരു വസ്തുവായതുകൊണ്ട് നമുക്ക് നമ്മുടെ വികാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിചാരങ്ങൾ അതേ രീതിയിൽ തന്നെ ഡയറിയിൽ എഴുതാൻ നമുക്ക് സാധിക്കും. കറക്റ്റ് സെന്റൻസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഡയറിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ പരുക്കനായിട്ട് അതിൽ പെരുമാറിയത്. wanted to talk to her when we met at the library. ലൈബ്രറിയിൽ വെച്ച് കണ്ടപ്പോൾ അവളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഷീ റെഫ്യൂസ്ഡ്, അവൾ നിരസിച്ചു. asked about it, എന്താണ് കാരണമെന്ന് ചോദിച്ചു. എനിത്തിങ് ഷീ സെഡ് വാസ് യെസ് ഓർ എ നോ ആൻസർ. ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഇത് മാത്രമായിരുന്നു അവളുടെ മറുപടി. ട്രൈ ടു ക്രാക്ക് ജോക്സ്, ഒരുപാട് തമാശകൾ പറയാനായിട്ട് ശ്രമിച്ചു. ആൻഡ് ചിയർ ഹർ അപ്പ്, അവളെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ബട്ട് ഷീ റിമൈൻഡ് സൈലന്റ്, പക്ഷെ അവള് സൈലന്റ് ആയി തന്നെ ഇരുന്നു. സംതിങ് ഹാഡ് ഗോൺ റോങ് വിത്ത് ഹർ, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ടീച്ചർ ഈവൻ സ്കോൾഡഡ് ഹർ ഫോർ നോട്ട് ആൻസറിങ് ഹർ ക്വസ്റ്റ്യൻസ്. ക്ലാസ്സിലെ മാത്സ് ടീച്ചറും അവളെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. എന്തിന്? ചോദിച്ചതിന് മറുപടി പറയാത്തതിന്. ഫൗണ്ട് ഔട്ട് ദ റീസൺ ഇൻ ദ ഈവനിങ്, വൈകുന്നേരം അതിന് കാരണം കണ്ടുപിടിച്ചു. അവളുടെ ഫേവറേറ്റ്, അവളുടെ പുവർ ആയിട്ടുള്ള അവളുടെ കിറ്റിയെ ഒരു ഡോഗ് അറ്റാക്ക് ചെയ്തു. അവളുടെ പ്രിയപ്പെട്ട പെറ്റായിരുന്നു ഒരു കിറ്റി, ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ആ പൂച്ചക്കുട്ടിയെ ഒരു നായ ആക്രമിച്ചു. അതിന്റെ വിഷമത്തിലാണ് അവള് മിണ്ടാതിരുന്നത് എന്ന് വൈകുന്നേരത്തോടു കൂടി മനസ്സിലായി. അങ്ങനെയാണ് ആ ഡയറി എൻട്രി അവസാനിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ശരി. താഴെ നമുക്ക് ഡയറി, എന്താണ് ഡയറി എൻട്രി എന്നൊരു ബോക്സ് കണ്ടു. എ ഡയറി എൻട്രി ഈസ് എ റെക്കോർഡ് ഓഫ് എ പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ സങ്കടങ്ങളും സന്തോഷങ്ങളും ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഡയറി എൻട്രി എന്ന് പറയുന്നത്. വി യൂഷ്വലി റൈറ്റ് ഷോർട്ട് സിമ്പിൾ സെന്റൻസസ് ഇൻക്ലൂഡിംഗ് ഫ്രാഗ്മെന്റ്സ്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലെങ്തി ആയിട്ടുള്ള വലിയ വലിയ സെന്റൻസുകളൊന്നും നമ്മൾ സാധാരണ എഴുതാറില്ല. കാരണം നമ്മളിത് വേറൊരാൾക്ക് വായിക്കാൻ വേണ്ടിയല്ല എഴുതുന്നത് അല്ലേ. നമ്മുടെ ആ സമയത്ത് ഒരു കാര്യം നമ്മൾ ഡയറിയിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഡയറി എൻട്രിയിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സെന്റൻസസും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസും ഒക്കെ ഉപയോഗിക്കാൻ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ അങ്ങനെ ചില സെന്റൻസുകളൊക്കെ എഴുതാമെങ്കിലും ഒരുപാട് ഈ കുഞ്ഞു അങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതരുത്. ആശയം, അതിന്റെ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഏത് ആശയം ഉപയോഗിച്ചിട്ടാണോ നിങ്ങളോട് ഡയറി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അത് ഡയറി വായിക്കുമ്പോൾ ക്ലിയർ ആയിരിക്കണം. നമ്മൾ തോട്ട്സ് എഴുതുമ്പോൾ അങ്ങനെയല്ലേ, ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഒരു സന്ദർഭം.
അതിനനുസരിച്ചിട്ടായിരിക്കാം ഒരു ഡയറി അല്ലെങ്കിൽ തോട്ട് നിങ്ങളോട് എഴുതാൻ പറയും. അപ്പം അതിനോട് ആപ്റ്റായ രീതിയിൽ വേണം നിങ്ങൾ ഡയറി എഴുതാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡയറി എഴുതാൻ പറ്റില്ല എന്ന് സാരം. ശരി, ഇനി ലെറ്റ്സ് ഡിസ്കസ് ദി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് എ ഡയറി എൻട്രി. ഡയറി എൻട്രിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈസ് ദർ എ ഡേറ്റ് മെൻഷൻ ഇൻ ദ ഡയറി എൻട്രി? ഈ ഡയറി എൻട്രിയിൽ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? യെസ്, 6th ആണ് അല്ലേ? ശരി. ഹൗ ഡസ് ദ ഡയറി എൻട്രി ഓപ്പൺ? എങ്ങനെയാണ് ഈ ഡയറി തുടങ്ങിയിട്ടുള്ളത്? യെസ്, എക്സ്പ്രസിങ് ദ ഫീലിംഗ് ഓഫ് ദ പേഴ്സൺ അല്ലേ? ആ വ്യക്തിയുടെ ആ സമയത്തെ ഒരു ഫീലിംഗ് വ്യക്തമാക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ടുഡേ ഐ വാസ് വെരി സാഡ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഡയറി തുടങ്ങുന്നത് അല്ലേ? ശരി. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ സെന്റൻസസ് യൂസ്ഡ് ഇൻ ദ ഡയറി? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസുകളെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? We already discussed about it. That is, we can notice that all are in fragments. അല്ലേ? ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ ഇൻകംപ്ലീറ്റഡ് സെന്റൻസസും നമുക്ക് ഈ ഡയറിയിൽ കാണാൻ സാധിക്കും. What are the feelings expressed in the diary? എന്തൊക്കെ ഫീലിംഗ്സ് ആണ് ഈ ഡയറിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? ബിഗിനിങ്ങിൽ തന്നെ നമുക്കറിയാം ഒരു സാഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. പിന്നെയോ സോറോ, ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്, സങ്കടം, സന്തോഷം, ആകാംക്ഷ. ഇതിൽ ഏതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? സങ്കടമാണ് കുട്ടിയുടെ പറയുന്നത് അല്ലേ? സോറോ. ഫിഫ്ത്ത് വൺ, വാട്ട് ഇൻഡിക്കേഷൻ ഓഫ് ദ ടൈം ഡു യു ഗെറ്റ് ഫ്രം ദ ഡയറി എൻട്രി? അതായത് ഏത് സമയത്താണ് ഇത് നടന്നത് എന്നൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതെ, കുട്ടി കാലത്ത് ഇങ്ങനെയായിരുന്നു, വൈകുന്നേരമാണ് ഇത് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാം അവസാനിച്ച് സ്കൂളും അവസാനിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഒരു രാത്രിയായിട്ടാണ് കുട്ടി ഈ ഡയറി എഴുതുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഡയറി എൻട്രി ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലാണ് സാധാരണ ഡയറി എൻട്രി എഴുതാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് പാസ്റ്റ് ടെൻസിലേ എഴുതാവൂ എന്ന് നിർബന്ധമില്ല കേട്ടോ. കഴിഞ്ഞു പോയ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. നമ്മൾ ദൈവത്തിനോട് ഒരു സഹായം അപേക്ഷിക്കുകയാണ്, പ്ലീസ് ഗോഡ് ഹെൽപ്പ് മീ, അതിനാണെങ്കിൽ പാസ്റ്റ് ഉപയോഗിക്കാമോ? ഇല്ലേ. അല്ലെങ്കിൽ നമ്മൾ അന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ടുമോറോ ഐ വിൽ ഡു ദിസ്, നാളെ ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ് എന്നൊരു തീരുമാനം ഡയറിയിൽ തലേ ദിവസം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മൾ പാസ്റ്റിൽ എഴുതും? ഇല്ല, അത് നമ്മൾ ഫ്യൂച്ചറിലാണ് എഴുതും. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻസ്. നമുക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് പറഞ്ഞു മാത്രം. യെസ്, ദ സംതിങ് ഹാസ് ഹാപ്പൻഡ്, ഈസ് ഹാപ്പനിങ്, വിൽ ഹാപ്പൻ. ഈ 3 ടെൻസുകളും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡയറിയിൽ സാധാരണ നമ്മൾ എഴുതാറില്ല. വിൽ ഹാപ്പൻ, ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യവും ചില ഡയറിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എന്നാലും മിക്കവാറും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. ഡയറിയെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ ഒരു ബോക്സിൽ വീണ്ടും ഡയറിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എ ഡയറി എൻട്രി മേ ഇൻക്ലൂഡ് ഡേറ്റ്. എക്സാമ്പിൾ 7th June എന്ന് നമുക്ക് എഴുതാം. 2015 7 June or Monday 7 June include the time if you wish in a personal diary. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഈ 6 January എന്ന് മാത്രമല്ല, നമുക്ക് വർഷം എഴുതാം, മാസത്തിന്റെ പേര് എഴുതാം, ഡേറ്റ് എഴുതാം, ദിവസത്തിന്റെ പേര് എഴുതാം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡയറി എൻട്രി എഴുതാവുന്നതാണ്. ഓപ്പണിംഗ്, നോട്ട് ഓൾ ഡയറീസ് യൂസ് ആൻ ഓപ്പണിംഗ് ഫോർ ഈച്ച് എൻട്രി. ഇനി ഇങ്ങനെയേ ഡയറി തുടങ്ങാവൂ എന്ന നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ ഫീലിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡയറി എഴുതാറ്. പക്ഷെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടീച്ചർ ഒരു എളുപ്പത്തിന് വേണ്ടി ടീച്ചർ പറഞ്ഞേ ഉള്ളൂ, എഴുതുന്ന ആളുടെ ആ സമയത്ത് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറി തുടങ്ങാം. അതിനുശേഷം അതിന് കാരണവും എഴുതിക്കൊണ്ട് അടുത്ത സെന്റൻസ് എഴുതാം. അത് നിങ്ങൾക്കൊരു എളുപ്പത്തിന് ടീച്ചർ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും ഡയറിക്ക് അങ്ങനെ ഒരു നിയമം ഇല്ല. ബോഡി ഇൻട്രൊഡക്ഷൻ. ഇറ്റ് കുഡ് ബി എ ജനറൽ കമന്റ് ഓൺ ഹൗ ദ ഡേ വാസ്. അതായത് ഇൻട്രൊഡക്ഷൻ സാധാരണ ആ ദിവസം എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാവുന്നതാണ്. ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ, ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓർ ടുഡേ വാസ് എ ബോറിംഗ് സാഡ് ഡേ, ഇന്നൊരു ബോറിംഗ് ഡേ ആയിരുന്നു, അല്ലെങ്കിൽ ടുഡേ വാസ് എ സാഡ് ഡേ. ഇങ്ങനെയൊക്കെ നമ്മൾ ആ ദിവസത്തെ നമ്മുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ അങ്ങനെ ആകാം എന്നാണ് പറയുന്നത്. ദെൻ ബോഡി. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോഡി പാർട്ട് അല്ലേ വരുന്നത്. It is a main part of the diary entry. You could describe what happened to you or your personal feelings about something or someone. ഈ ഭാഗത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മുടെ സാഡ്നെസ്സിന് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് കാരണം എഴുതാം. ആ ദിവസത്തെ സംഭവങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. നമ്മുടെ പേഴ്സണൽ ഫീലിംഗ്, ആ ദിവസത്തെ മറ്റൊരാളെ പറ്റിയിട്ടുള്ളതോ ആയിട്ടുള്ള പേഴ്സണൽ ഫീലിങ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ ബോഡി പാർട്ടിൽ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിന്നേ.
നമുക്ക് വീണ്ടും ഒരു ഡയറി എൻട്രി കൂടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് നോക്കാം. സാമുവൽ പീപ്സ് ഡയറി. അപ്പൊ അവിടെ നോക്കൂ, അവിടെ ഇറ്റ് ഈസ് ബോക്സ്ഡ് ഓൾറെഡി, ബോക്സ്ഡ് ആണ്. പക്ഷെ അവിടെ നോക്കൂ എങ്ങനെയാണ് അത് ഓപ്പണിംഗ് ചെയ്തിരിക്കുന്നത്. ഡേറ്റും ഇയറും എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഓൺലി 5th ഡേറ്റ് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതരുത്. നമ്മൾ ഇയറും ഡേയും ഡേറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. ശരി. Up, it's being very cold and great snow. To the office and there all the morning. At noon dined at home, troubled by at my wife's being simply angry with Jane, our cook, a good servant, though perhaps have faults and is cunning. And given her warning to be gone, so to the office again, where we sat late, and then I go to my office, and there very late doing business, home to supper, and to the office again, and then late home to bed. ആകെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഡയറിയാണ് അല്ലേ. അയാൾ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, അങ്ങനെ കുറെ സെന്റൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വളരെ ബിസിനസ് മാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഡയറി ആണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇങ്ങനെ സെന്റൻസുകൾ നീട്ടിപ്പിടിച്ച് എഴുതാനുള്ള സമയമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം ഒന്ന് വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ, നല്ല തണുപ്പുള്ള ഒരു പ്രഭാതമാണ്. ഓഫീസിലേക്ക് കാലത്ത് തന്നെ ഓഫീസിലേക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു. ഇനി വൈഫ് കുറച്ച് ചൂടിലായിരുന്നു, കാരണം അവിടെ ഒരു സെർവന്റിന്റെ പേര് പറയുന്നത് ജെയിൻ അല്ലെ, അവരുടെ കുക്കാണ്. അപ്പൊ അവര് വളരെ പാവൊക്കെയാണ്, പക്ഷെ കുറച്ച് സൂത്രക്കാരിയാണ്. അപ്പൊ അവരോടുള്ള ഒരു ദേഷ്യം ഭാര്യയായിട്ട് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയുണ്ടായി. അപ്പൊ അവരെ പെട്ടെന്ന് ഇനിയും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ ഭാര്യയല്ല കേട്ടോ, നമ്മുടെ വേലക്കാരിയെ വോൺ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. അതായത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്ന സമയത്ത് വീണ്ടും ടു ദ ഓഫീസിലേക്ക്, വീണ്ടും ഓഫീസിലേക്ക് പോവുണ്ടായി. ഒരുപാട് നേരം ക്ലയൻസ് ഒക്കെ ആയിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും എന്ത് ചെയ്തു, ബിസിനസ് ഒരുപാട് നേരം ചെയ്യേണ്ടി വന്നു. വീണ്ടും രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു. വീണ്ടും ഓഫീസിലേക്ക് പോയി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടക്കാനായിട്ട് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വളരെ ബിസി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരാളുടെ ഡയറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത, ഇതില് 5th ഡേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഓൾ സെന്റൻസസ് ആർ ഫ്രാഗ്മെന്റഡ്. അയാളുടെ ഒരു ദിവസം ദിനചര്യ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യൂ. ഡേറ്റ് 5th ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഇനി ഓപ്പണിംഗ്, എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? വാട്ട് ഇസ് ദ ഫസ്റ്റ് ലൈൻ? അപ്പ്, ഇറ്റ് ഈസ് ബീങ് വെരി കോൾഡ് ആൻഡ് ഗ്രേറ്റ് സ്നോ. അതാണ് ഫസ്റ്റ് സെന്റൻസ് ഈ ഡയറിയിലെ. അപ്പൊ നിങ്ങൾക്ക് ഓപ്പണിങ്ങിന്റെ നേരെ ആ ഫസ്റ്റ് സെന്റൻസ് എടുത്ത് എഴുതിക്കോളൂ കേട്ടോ, പെൻസിൽ ഉപയോഗിച്ച്. ഇനി എന്തൊക്കെ ഫീലിങ്സ് ആണ് ഇയാൾ എക്സ്പ്രസ് ചെയ്തത് ഈ ഡയറി കൂടെ? ആക്ച്വലി ഹി ഈസ് വെരി ബിസി ആണ്, ടയേർഡ് ആണ്, ആൻഡ് ഹി ഗോട്ട് ആംഗ്രി ടു, ട്രബിൾഡ് അറ്റ് മൈ വൈഫ്സ് അല്ലെ. അപ്പോ അതുമായി ഹീസ് ട്രബിൾഡ് ആൻഡ് ഹീസ് ടയേർഡ് അല്ലെ. ഒരുപാട് ബിസി ആയിരിക്കുമ്പോൾ അയാൾ എന്തായാലും ടയേർഡ് ആയിരിക്കും അല്ലെ. ഹീസ് ട്രബിൾഡ്, ഹീസ് ടയേർഡ് ആൻഡ് ഹീസ് വെരി ബിസി. ഇത്രയ്ക്കും ഫീലിങ്സ് ആണ് അയാൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ക്ലോസിങ്, എങ്ങനെയാണ് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ്? ഹോം ടു സപ്പർ ആൻഡ് ടു ദ ഓഫീസ് അഗെയിൻ ആൻഡ് ദെൻ ലേറ്റ് ടു ഹോം ടു ബെഡ്. ലേറ്റ് ടു ഹോം ടു ബെഡ്, വളരെ വൈകിയാണ് കിടക്കാനായി വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡയറി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറി എൻട്രിയെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹോംവർക്കിലേക്ക് കടക്കാം. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം, Tansen writes about the ecstatic moments he had enjoyed that day. He records his feelings in his diary. What would his diary entry be? അതായത് അവര് എന്തിനാണ് പോയതെന്ന് നമുക്കറിയാം അല്ലെ. He met his guru Sant Haridas, and after returning home, after listening to Sant Haridas and parallel the music, he returned home and he sat for writing his diary entry. അതായത് ഗുരുവിന്റെ പാട്ട് സംഗീതം കേട്ട് ആസ്വദിച്ചതിന് ശേഷം വീട്ടിലേക്ക് താൻസൻ തിരിച്ചെത്തി. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് കടന്നു പോയത് അല്ലെ. തന്റെ ഗുരുവിന്റെ നാദം വീണ്ടും കേൾക്കാനൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഹി ഈസ് വെരി ഹാപ്പി, ഹി ഈസ് വെരി ബ്ലെസ്ഡ്. വളരെ അനുഗ്രഹീതനായിട്ട് അദ്ദേഹം ആ സമയം കണക്കാക്കുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ സമയം അദ്ദേഹം ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറി എഴുതാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. വാട്ട് വുഡ് ഹിസ് ഡയറി എൻട്രി ബി? എന്തായിരിക്കാം താൻസൻ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. Now write the likely diary entry Tansen would make considering the features you have learnt.
ഡയറിയുടെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് താൻസിന്റെ ഡയറി എഴുതാനാണ് ചോദ്യം. നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ടീച്ചർ ഹോംവർക്ക് തരുന്നത് ടീച്ചേഴ്സ് വേർഷൻ ടീച്ചർ തരുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലായി നിങ്ങളൊന്ന് എഴുതി നോക്കിയാലേ എത്രത്തോളം നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എഴുതാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ഒറ്റയ്ക്കൊന്ന് റഫിൽ എഴുതി നോക്കുക. അതിനുശേഷം ടീച്ചേഴ്സ് വേർഷൻ വായിച്ചു നോക്കുക. എത്രത്തോളം ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ സാധിച്ചു, എവിടെയാണ് തെറ്റുപറ്റിയത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ ടീച്ചർ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ആദ്യം ബോക്സ്ഡ് ആയിരിക്കണം. പിന്നെ ഡേറ്റും ഡേയും ഇയറും ഒക്കെ ഉൾപ്പെടുത്തിക്കോളൂ. എൻ്റെ അടിയിൽ നല്ല ഭംഗിയിലൊരു വരയൊക്കെ വരച്ചോളൂ. അടിയിൽ എന്ത് എഴുതാം? വാട്ട് അബൌട്ട് ദ ഫീലിംഗ് ഓഫ് താങ്ക്സ് ആൻഡ് ഹൗ ക്യാൻ യു ബിഗിൻ ദ ഡയറി? എങ്ങനെ ഡയറി തുടങ്ങുക? ടുഡേ ഈസ് എ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് മറക്കാനാവാത്തൊരു ദിവസമാണ്. എ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തുടങ്ങാം അല്ലേ? ടുഡേ ഐ ഗോട്ട് എ ചാൻസ് ടു ലിസൺ ടു മൈ ഗുരുസ് വോയിസ് അഗെയിൻ. ഇന്ന് വീണ്ടും എനിക്ക് എന്താണ് ഹാപ്പിനെസ്സിന് കാരണം? ഗുരുവിൻ്റെ നാദം അല്ലെങ്കിൽ ഗുരുവിൻ്റെ സംഗീതം വീണ്ടും കേൾക്കുവാൻ ഒരു അവസരം ലഭിച്ചു അല്ലേ? അപ്പോൾ ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ്. ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം സന്ത് ഹരിദാസ് ഡിസൈപ്പിൾ. സന്ത് ഹരിദാസിൻ്റെ ഒരു ലവബിൾ ഡിസൈപ്പിൾ ആണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. Or Emperor Akbar also he is also excited. He is also became very happy after listening to my Guru's voice. ഗുരുവിൻ്റെ വോയിസ് കേട്ടിട്ട് എംപറർ അക്ബർക്കും ഇതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹത്തിനും ഉണ്ടായത് അല്ലെ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറി എൻട്രി നിങ്ങൾക്ക് എഴുതാം. ടീച്ചർ ചെറിയൊരു ഹിൻസ് തന്നു എന്ന് മാത്രം എഴുതാനായിട്ട്. ഇതൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങളാണ് താങ്ക്സ് എന്ന് വിചാരിക്കൂ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു 7-8 സെന്റൻസുകളെങ്കിലും താങ്ക്സിന്റെ ഡയറി എൻട്രി റഫിൽ ആദ്യം എഴുതാം. അതിനുശേഷം ടീച്ചേഴ്സ് വേർഷൻ തരുമ്പോൾ നിങ്ങൾ എഴുതാം. അപ്പോൾ ഡയറി എൻട്രി തുടക്കം എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം? ഐ വിൽ നോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് വൃത്തിയായി ഒരു ഡയറി എൻട്രി prepare ചെയ്യാം. Hope you enjoyed today's class. So we can meet in the next class. Till then, thank you.